മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ സത്രം പരമ്പരാഗത കാനനപാത തുറന്നു നൽകി. രാവിലെ 7:30 മുതൽ 1 മണി വരെയാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കാനനപാത വഴി കടത്തിവിടുന്നത്. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സത്രത്തിൽ എത്തുന്ന ഭക്തരെ വലയ്ക്കുകയാണ്. പുലർച്ചെ മുതൽ അയ്യപ്പ മന്ത്രങ്ങളാൽ നിറഞ്ഞിരുന്നു സത്രം. അതിരാവിലെ തന്നെ ഭക്തരുടെ നീണ്ട നിര സത്രത്തിൽ രൂപപ്പെട്ടു. പോലീസ് ഔട്ട് പോസ്റ്റിൽ വെർച്വൽ ക്യൂ രേഖകളടക്കം പരിശോധിച്ച് ടോക്കൺ നൽകിയ ശേഷമാണ് ഭക്തരെ കാനനപാതയിലേക്ക് കടത്തിവിട്ടു തുടങ്ങിയത്. പരമ്പരാഗത കാനനപാത തുറക്കുന്നതിന് മുമ്പോടിയായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനവും സത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കാനനപാതയിൽ ഭക്തരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇവർക്കുള്ള കുടിവെള്ളം, മെയിനായിട്ട് കുടിവെള്ള സൗകര്യം നമ്മൾ പോകുന്ന വഴിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യമായിട്ട് കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വന്യമൃഗ സാന്നിധ്യം കൂടുതലുള്ള ഒരു മേഖലയായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ പ്രസൻസ് പോകുമ്പം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗാർഡ്സിന്റെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എല്ലാ പോയിന്റ്സിലും. അപ്പോൾ അവര് പോയി നോക്കിയിട്ട് റൂട്ട് ക്ലിയർ ചെയ്യും, എന്നിട്ടാണ് ഇവന്മാരെ കടത്തി വിടുന്നത്. കൂടാതെ തന്നെ ആദ്യം പോയ ബാച്ചിന്റെ കൂടെ നമ്മൾ ആംസോടുകൂടിയാണ് കടത്തി വിട്ടിട്ടുള്ളത്. എല്ലാ ദിവസവും അങ്ങനെയുള്ള ക്രമീകരണം ഉണ്ടാവും. രാവിലെ പോയിട്ട് റോഡ് ഓപ്പണിംഗ് പാർട്ടി പോയി റൂട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ വിടാറുള്ളൂ. അയ്യപ്പഭക്തന്മാരുടെ സുരക്ഷ വളരെ പ്രാധാന്യം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. 800-ലധികം ഭക്തരാണ് ആദ്യ ദിവസം പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തേക്ക് പോയത്. സത്രം വഴി സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർക്ക് ഇത്തവണയും യാത്ര കഠിനമായിരിക്കും. ശൗചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് സത്രത്തിൽ ഭക്തരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 5 ശൗചാലയങ്ങൾ മാത്രമാണ് സത്രത്തിലുള്ളത്. ഇവിടെ ആവശ്യത്തിന് വെള്ളവുമില്ല. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ശൗചാലയങ്ങൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടുമില്ല. ഇതുമൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ഉൾപ്പെടെ നേരിടുന്നത് വലിയ പ്രതിസന്ധി. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും സത്രത്തിലേക്കുള്ള റോഡും പൂർണ്ണമായി പൊളിഞ്ഞു കിടക്കുകയാണ്. മണ്ഡലകാലത്തിന് മുമ്പേ തന്നെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സർക്കാരോ ദേവസ്വം വകുപ്പോ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തോ ഇതുവരെ ഒരുക്കാത്തതിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.